ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു സ്റ്റേക്കേഷൻ വ്ളോഗാണേ. 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ, പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കിനൊരു 3:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ലഞ്ച് കഴിക്കാൻ കയറിയത് സൽക്കാരയിലായിരുന്നേ, എയർപോർട്ടിൻ്റെ അടുത്തുള്ള. കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ കേട്ടോ അവിടെ നിന്ന് കിട്ടുക. ഞാൻ ഓർഡർ ചെയ്തത് പ്രോൺസ് റൈസ് ആയിരുന്നു, നമ്മുടെ ഇറച്ചിച്ചോറ് പോലെയൊക്കെയുള്ള. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രോപ്പർട്ടിയിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോയി. പ്രോപ്പർട്ടി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള കോർട്ട്യാർഡ് ബൈ മാരിയറ്റിലാണ് കേട്ടോ എൻ്റെ സ്റ്റേക്കേഷൻ വരുന്നത്. ഇതൊരു സ്റ്റേക്കേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു പ്രോപ്പർട്ടി വിസിറ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എൻ്റെ ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. അതിവിശാലമായ ലോബി ഏരിയ കേട്ടോ. അതിനകത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും എല്ലാം വരുന്നത്. റിസപ്ഷനിൽ നിന്നാൽ തന്നെ നമുക്ക് പൂൾ ഏരിയ കാണാൻ പറ്റും. എൻ്റെ റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണേ. ഞാൻ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് എൻ്റെ റൂം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. റൂം ഓപ്പൺ ചെയ്ത് ആദ്യം തന്നെ ഞാൻ ഓടിയത് വ്യൂ കാണാൻ വേണ്ടിയാണ്. അത് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, ചെക്ക് ഇൻ ചെയ്താൽ ആദ്യം നോക്കുക നമ്മുടെ റൂമിൻ്റെ വ്യൂ എന്താണെന്നുള്ളതാണ്. നല്ലൊരു പൂൾ വ്യൂ റൂം തന്നെ കേട്ടോ കിട്ടിയത്. ഇനി നമുക്ക് റൂമും അതിലെ ഫെസിലിറ്റീസും എല്ലാം ഒന്ന് കാണാമേ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം ബാത്റൂം. എനിക്ക് എല്ലാ പ്രോപ്പർട്ടിയിൽ പോയാലും ഞാൻ ബാത്റൂം പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. നിങ്ങളെ കാണിക്കാൻ കുറച്ച് ലേറ്റായെങ്കിലും ഞാൻ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മാരിയറ്റിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഡിഗ്നിറ്റിയും നീറ്റും ക്ലീനും അതിൻ്റേതായ സ്റ്റാൻഡേർഡും എല്ലാം ഉണ്ട്. ഇത് ഈ റൂമിലെ ഏറ്റവും വലിയ മിറർ കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷറി അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് ക്ലാസ് ഹോട്ടലിലേക്ക് പോകുമ്പോഴത്തേക്കിന് വാം ലൈറ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഞാൻ ആക്ച്വലി ഹയാത്തിൽ മാത്രമേ ഈ കർട്ടൻ ഫെസിലിറ്റി കണ്ടിട്ടുള്ളൂ, അതായത് നമ്മുടെ സ്വിച്ച് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ ഔട്ട്ഡോർ നോക്കാം. ഔട്ട്ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് യാർഡ്. പ്രോപ്പർട്ടി ഇരിക്കുന്നത് കറക്റ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ബാക്ക് യാർഡിലാണ് ഔട്ട്ഡോറിൽ കുറച്ച് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളും വരുന്നുണ്ട്, ഒരു റെസ്റ്റിംഗ് ഏരിയയും വരുന്നുണ്ട്. ആ ഏരിയയുടെ അടുത്ത് തന്നെ ഷീഷയുടെ ഒരു സെക്ഷനും വരുന്നുണ്ട്. സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി ഇൻ ഹൗസ് പ്രൊഹിബിറ്റഡ് ആണ്. പൂളിൻ്റെ ആ സൈഡ് ഗ്ലാസ് ഡോർ കാണുന്നില്ലേ, അതാണ് ജിം ഏരിയ വരിക. അതുവഴി എൻട്രൻസ് ഇല്ല, നമ്മൾ അകത്തൂടി തന്നെ കയറണം. അതായത് റിസപ്ഷൻ്റെ തൊട്ടടുത്തൂടെ തന്നെ നമുക്ക് ജിമ്മിലേക്ക് പോകാം. അതിന് തൊട്ടിപ്പുറത്ത് വാഷ്റൂമുണ്ട്, അതായത് ജിമ്മിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ. ലിഫ്റ്റിലും ജിമ്മിലും എല്ലാം നമുക്ക് കീ കാർഡ് വെച്ച് മാത്രമേ ആക്സസ് ഉള്ളൂ കേട്ടോ. അതിവിശാലമായ ഉപയോഗിക്കുന്നൊരു ജിമ്മാട്ടോ ഉള്ളത്. വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ഈവനിങ് കണ്ടിട്ടുണ്ടായിരുന്നു ഫോറിനേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് കുറേയധികം സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട്. ലോബിയിൽ ചെറിയൊരു ഷോപ്പുണ്ട്. ഈ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ടാകാമെന്ന് തോന്നുന്നു. കുറച്ച് ആൻറ്റിക് പീസസും പിന്നെ ജ്വല്ലറിയും കുറച്ച് ഡ്രസ്സും ഒക്കെ ആയിട്ട്. ലോബി ഫുൾ ഓപ്പൺ സ്പേസാണ്. ഇത് അതിൽ വരുന്ന ഒരു കോഫി ഷോപ്പാട്ടോ.
കോഫി ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ്. റിസപ്ഷൻ്റെ തൊട്ട് അപ്പുറം ഇപ്പുറമായിട്ടോ ജിമ്മും സ്പായും വരുന്നത് കേട്ടോ. ഞാൻ സ്പായിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1 നൈറ്റ് ഞാൻ സ്റ്റേ ചെയ്തു. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നല്ല ഉറക്കം കിട്ടി. രാവിലെ എഴുന്നേറ്റു, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണമല്ലോ. എനിക്ക് ആ വലിയ മിററിനേക്കാളും പിന്നീട് ഇഷ്ടപ്പെട്ടത് ഈ ബാത്റൂമിലെ മിറർ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല സമയം എടുത്താട്ടോ ഞാൻ കഴിച്ചത്. കാരണം കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബൊഫേ ആയിരുന്നു. അപ്പോൾ എന്തായാലും മുതലാക്കണമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമായി തന്നെ കഴിച്ചു. അപ്പവും മുട്ടക്കറിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഫി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ ഒരു കേസരി, പിന്നെ കേക്കും. അങ്ങനെ വിശാലമായ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ചെക്കൗട്ട് ചെയ്തു. പിന്നെ അധികം നേരം നിന്നില്ല, കാരണം സാഷ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗാണ് വീട്ടിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.